മുട്ടിട്ട് റോട്ടിൽ ഇങ്ങനെ നടക്കും. ആ നടക്കുന്ന സമയത്തില് ആൾക്കാർ കൂടും, അവരോട് കാര്യം പറയും. അങ്ങനെ രണ്ടാൾക്കാര് രണ്ട് ബാൻഡും എടുത്തിട്ട് മക്ക നാട്ടിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആ നടക്കുന്ന സമയത്തിൽ നാട്ടിലുള്ള ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറുത് വലുത്, വയസ്സന്മാർ എല്ലാരും ചോദിച്ചു, എന്ത് നമ്മുടെ നേതാവായ മഹാനായ ശ്രീ അബൂജാഹില് എല്ലാരെയും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മക്ക നാട്ടിലുള്ള ആണുങ്ങള്, പെണ്ണുങ്ങള്, ചെറുത് വലുത്, കിളവ കിളത്തി അല്ലാതെ ഇളത്ത് വിളഞ്ഞത് എല്ലാം അബൂജാഹിലിന്റെ അടുത്തേക്ക് പോയി. അബൂജാഹിൽ പറഞ്ഞ്, നമുക്കൊന്ന് ബദറിലേക്ക് പോകണം. എന്തിനാ? നമ്മളെ കച്ചവടത്തിന് പോയ 70 ആൾക്കാരെ പിടിക്കാൻ വേണ്ടി മുഹമ്മദിന്റെ ആൾക്കാർ ബദറിന്റെ ഭാഗത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് മുഹമ്മദിനൊന്ന് പിടിച്ചിട്ട്, ഭയങ്കര എളുപ്പമുണ്ട് കേട്ടാ, നിനക്ക് മുറിക്കാം, തലെടുക്കണം. അബൂബക്കറിനെ കൊല്ലണം, ഉമറിനെ കൊല്ലണം, എല്ലാം വാൾസൽ കൊല്ലണം. കൊന്നിട്ടൊന്ന് മദീനത്തേക്ക് പോയിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്, അതിലേക്ക് തീയിട്ട് കരിച്ചിട്ട് ഭസ്മാക്കിട്ട് ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദ് ഉണ്ടല്ലോ, തൗഹീദ് ആ ശബ്ദം ദുനിയാവിൽ നിന്ന് ക്ലിയർ ആക്കി തുടച്ചു മാറ്റണം. ഇത് കേട്ടപ്പോ അബൂജാഹിലിന്റെ മുന്നിലതാ യുദ്ധത്തിന്റെ ആയുധങ്ങൾ ധരിച്ച ആൾക്കാർ റെഡിയായി. എത്ര? 1250 ആൾക്കാർ. നബിയും സ്വഹാബത്തിനോട് 305 ആൾക്കാർ, 5 പാള് പിടിച്ചിട്ടാണുള്ളത്. അബൂജാഹിലിന്റെ പടയാളം, യുദ്ധത്തിന്റെ ആയുധങ്ങൾ, പണ്ടത്തെ യുദ്ധത്തിന്റെ ആയുധം. ഇന്ന് നമ്മുടെ ഇസ്രായേൽ ഫലസ്തീന്റെ യുദ്ധം നോക്കിയാൽ കാണുന്നില്ലേ? അല്ലാഹു തആല മുസ്ലിമുകളുടെ ഇസ്സത്തിനെ കാക്കുമാറാകട്ടെ. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്നത്തെ യുദ്ധത്തിന്റെ ആയുധമല്ല പണ്ടത്തെ യുദ്ധത്തിന്റെ ആയുധം. ഒന്നും കൂടി പറയാം, മക്കൾ പഠിച്ചോ? ചവളം, ചക്രം, സൂചി, വാള്, ദൊണ്ണ, കൊടാരി, അംഹ്, റുംഹ്, മത്തളം, കത്തി, ഷൈഫ്, പട, തൊപ്പി, പട, കുതിര, പട, ചെരുപ്പ്, തീ, പൊരുൽ, കല്ല്, തോട്ടി, കുന്തം, കുന്തം ഇങ്ങനത്തെ മുഖത്തിലേക്ക് വെക്കാനുള്ളത്. തോട്ടിന്നില്ലെങ്കിൽ എന്റെ പോലത്തെ ധീരനായ കുള്ളനായ മനസ്സനി ഇവന്റെ പോലത്തതായ ശത്രുവിനെ കൊല്ലാനുള്ളത്. തീപ്പൊരു കല്ലെന്ന് പറഞ്ഞാൽ മദ്യത്തിന് എല്ലാത്തിന്റെ കണ്ണ് പൊട്ടൂല, കാത് പൊട്ടു, പിന്നെ എന്തു ചെല്ലും കേക്കല, നേരെ പോവും. ഇങ്ങനെയുള്ള യുദ്ധത്തിന്റെ ആയുധങ്ങൾ ധരിച്ച 1250 അബൂജാഹിലിന്റെ ആൾക്കാർ തയ്യാറായപ്പോ അബൂജാഹിൽ പറഞ്ഞ്, എല്ലാരും എന്റെ ഔത്തുക്ക് പറഞ്ഞു. എല്ലാ ആൾക്കാരും പ്രസിഡന്റിന്റെ അബൂജാഹിലിന്റെ പുരക്ക് പോയിട്ട് അബൂജാഹിൽ പറഞ്ഞ്, എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കൂ. എന്നിട്ട് ലീറ്റർ കണക്കിൽ വലിയ വലിയ ബാരലിൽ കള്ളുണ്ട്, മുന്തിരി കള്ള്. അത് കുടിച്ചങ്ങ് ഒരുത്തൻ 4 ആളാവും. പിന്നെ പേടിക്കൊടുന്നില്ല, ഒരുത്തൻ 4 ആളാവും. 1250 ആള് 6000 ചില്ലറ ആൾക്കാരായിട്ട് ഇവർക്ക് കാണും. എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി കള്ളു കൊടുത്തു. എല്ലാരും കള്ളു കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലുമ്പോ അബൂജാഹിൽ നേരെ ഔത്ര ഉളുക പോയി റാഹത്തട്ടായിട്ട് തന്റേതായ മുടിയെല്ലാം ഇട്ടൊന്ന് കുളിച്ചിട്ട് അബൂജാഹിൽ അവന്റെ അവസാനത്തെ സഫർ, അവന്റെ അവസാനത്തെ യാത്ര, അവന് ബദറിലേക്ക് പോകുകയാണ്. അവൻ പോകുന്ന പുറപ്പാടിനെ കുറിച്ചിട്ട് മാപ്പിളപ്പാട്ടിന്റെ മഹാകവി സാമ്രാട്ട് മോയിൻകുട്ടി വൈദ്യരത ഇങ്ങനെ പറഞ്ഞു തന്നു. അബൂജാഹിലുടൻ കിബർ പൊങ്കിയിളുന്ത് ലിബാസ് ചമന്ത് ഉദുമാ കഥവീട്ടുകൾ ബൈത്ത് ഹരീരുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും അറിനാടി ചൊട്ടികളും പളപണി പുതുവായി ഏടുത്തൊരു ഹാതം വിരൽ കിവതി തിടലായി പുറപേ അബൂജാഹിലുടൻ കിബർ പൊങ്കിയെളുന്ത് ലിബാസ് ചമന്ത് ഉദുമാ കഥവീട്ടുകൾ ബൈത്ത് ഹരീരുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അറിനാടി ചൊട്ടികളും പല പണി പുതുവായി ഏടുത്തൊരു ഹാതം വിരൽ കിവതി തിടലായി മറിയം സുവനും പല ജൗഹര് ബെത്ത് പണിത്തൊരു താജത് ചൂടി മനതിൽ കിബിറത്തിനെയേറുവതിനെയും ചിതമായി പുനയവനാകവച്ചിരമാം
ഒരു വാൾ കഴി കകമേ നടുമേട പട്ടയുമേ അതിനകം മഹബേലുകളും കെയ്തത്തിലെടുത്ത് മതി തിടവേ പുറപ്പേട്ട ബുജാഹിലുടൻ കിബ്ർ പൊങ്കിയെളും ദിലിബാസ് ചമൈന്ത് പുതുമാ കഥവീട്ടുകൾ ബൈത്ത് ഹരീരുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അറൈനാടി ചൊട്ടികളും പല പണി പുതുവായി ഏടുത്തൊരു ഹാത്തം വിരൽ വിപതി തിടലായി. അങ്ങനെ 1250 ഇവന്റെ പടയാളികളെ സേന മിലിറ്ററി ഒക്കെ കള്ളു കുടിച്ചിട്ട് റെഡിയാകുമ്പോ അബൂജാഹില നല്ലോണൊന്നും കുളിച്ചിട്ട് അബൂജാഹില ഡ്രസ് എന്തറിയോ അബൂജാഹിലുടൻ കിബ്ർ പൊങ്കിയെളുന്ത് ലിബാസ് ജമൈന്ത് പൊതുവാ ഖദബിട്ടുകൾ ബൈത്ത് ഹരീരുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും ആരൈനാടി ചൊട്ടികളും പല പനി പൊതുവാ എടുത്തൊരു ഹാത്തമ്പി റൽഗിടല. ആണുങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ ക്രമപ്രകാരം ഞങ്ങൾക്കൊക്കെ പട്ട് ഹറാമാണ്. നബി തങ്ങൾ ഹറാമാക്കിയ പട്ടിന്റെ ഡ്രസ് തന്നെ അബൂജാഹിലിട്ട്. അത് ഒരു ചട്ടയല്ല, കൊറേ ചട്ട. എന്താ ഒന്ന് ബെൽറ്റ് ചെറുത് ഇങ്ങനെ ചെറുത്ത് ലാസ്റ്റ് ഊടുത്തോളം ഒന്നു ഓനെ നോക്കുമ്പോ വലിയ അന്നേന്തരം ബായന്റെ ഇതില്ല, അതിന്റെ പേര് കൂമ്പ എന്നുള്ള ഇങ്ങനെ തൊല്ലി അങ്ങനെ കാണാൻ പൂജായിട്ടില്ല. എന്നിട്ട് ഇവന്റെ പെഞ്ഞായിന്റെ വലിയ ഒരു സാരി എടുത്ത് അതിനെ ഇങ്ങനെ പിരിച്ചിട്ട് നടുവിലേക്ക് ഒരു കെട്ട്, ഈ കെട്ടിയെങ്കിൽ ഞാൻ എല്ലാത്തിനും റെഡിയും. അതിന്റെ പേരാണ് ചൊട്ടിയും. നമ്മളും ചിലപ്പോ കൗങ്ങുനി കേറുമ്പോ അല്ലേ ഒരു ബോക്സ് എടുക്കുന്ന കഴിഞ്ഞെല്ലാം മുണ്ടാസ് എടുത്ത് നടുക്ക് കെട്ടി ഒരു കേരള അപ്പൊ കയറിപ്പോ. അത് അബൂജാഹിലെടുത്ത് ഒറ്റ കെട്ടളങ്ങോട്ട് കെട്ടിട്ട് അബൂജാഹിൽ ഒരു പെട്ടി തുറന്നു. ആ പെട്ടിന്റെ ഉള്ളിൽ ഇവന്റെ കിബിറിന്റെ ഒരു മോതിരമുണ്ട്, മൊയ്രം. അതിങ്ങനെ സൂര്യന്റെ വെളിച്ചത്തിന് പിടിച്ചെങ്കിലേ മുന്നിൽ വരുന്ന ഒരു കണ്ണ് പോയി പോവും.